12-നാണ് PSLV C-16 ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ ഗവേഷണ കേന്ദ്രത്തിൽ നിന്നും കുതിച്ചേറുന്നത്. ഇതിനുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ വളരെ നേരത്തെ തന്നെ പൂർത്തിയായിരുന്നു. ശ്രീഹരിക്കോട്ടയിൽ ഇപ്പോൾ വളരെ നല്ല കാലാവസ്ഥയായിരുന്നു. ഈ കാലാവസ്ഥയും ഈ വിക്ഷേപണത്തിന് വളരെ അനുകൂലമായിട്ടുണ്ട്. തിങ്കളാഴ്ച രാവിലെ 3:42-നാണ് PSLV C-16 കൗണ്ട് ഡൗൺ തുടങ്ങിയത്. ഇന്ത്യൻ നിർമ്മിത റിസോർസാറ്റ് 2, ഇൻഡോ-റഷ്യൻ സംയുക്ത സ്ഥലമായ യുസാറ്റ്, സിംഗപ്പൂരിൽ നിന്നുള്ള എക്സാറ്റ് എന്നീ ഉപഗ്രഹങ്ങളാണ് PSLV C-16 വഹിക്കുന്നത്. തിരുവനന്തപുരം വിക്രം സാരാഭായ് ബഹിരാകാശ ഗവേഷണ കേന്ദ്രം രൂപകൽപ്പന ചെയ്ത PSLV അതിവിശ്വസനീയമായ ബഹിരാകാശ വിക്ഷേപണ ഭാഗമായിട്ടാണ് നമുക്ക് അറിയപ്പെടുന്നത്. 1993-ലെ ആദ്യ ദൗത്യം മാത്രമാണ് പരാജയപ്പെട്ടത്. തുടർന്നുള്ള 16 വിക്ഷേപണ യാത്രകളും വൻ വിജയമാവുകയായിരുന്നു. കഴിഞ്ഞ വർഷം ജൂലൈ 12-നാണ് PSLV C-15 വിജയകരമായി വിക്ഷേപിച്ചത്. കാർട്ടോസാറ്റ് 2B അടക്കം 5 ഉപഗ്രഹങ്ങളെയാണ് അന്ന് വിക്ഷേപിച്ചത്. എന്നാൽ ഇന്ത്യയുടെ ഭൂസ്ഥിര ഉപഗ്രഹ വിക്ഷേപണോഹമായ GSLV-യുടെ തുടർച്ചയായ 2 വിക്ഷേപണങ്ങൾ കഴിഞ്ഞ വർഷം പരാജയപ്പെട്ടിരുന്നു. കഴിഞ്ഞ ക്രിസ്മസ് ദിനത്തിലെ GSLV F-06-ന്റെ പരാജയത്തിന് ശേഷം ISRO നടത്തുന്ന ആദ്യ വിക്ഷേപണമാണിത്. 1994-ന് ശേഷം 44 ഉപഗ്രഹങ്ങളെയാണ് PSLV-യിലൂടെ വിക്ഷേപിച്ചിരിക്കുന്നത്.